ഇന്ന് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതൊരു ബേക്ക് ചെയ്തിട്ടുള്ള ബിസ്ക്കറ്റ് അല്ല, ഒരു ഫ്രൈഡ് ബിസ്ക്കറ്റാണ്. സാധാരണയായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഐറ്റംസുകൾ ഉപയോഗിച്ചിട്ട് തന്നെ കേട്ടോ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റാണ് കേട്ടത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പൊടികളൊക്കെ കുഴക്കേണ്ടി വരുമ്പോൾ വലുത് വേണം. അതിലേക്ക് ആദ്യം തന്നെ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര പൊടിക്കുമ്പോൾ അതിലേക്ക് ഏലക്കായും കൂടി ഇട്ടിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു വെളുത്ത നിറാവണ വരെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ആദ്യം മിക്സ് ചെയ്യുമ്പോൾ ഒരു മഞ്ഞ നിറമായിരിക്കും. നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തതിനനുസരിച്ചിട്ട് അതൊരു വെളുത്ത നിറമായി വന്നോളൂ. ഇനി നമുക്ക് അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പൊടികളൊക്കെ എടുക്കണം. അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രം എടുക്കാം. എല്ലാ പൊടികളും കൂടി മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് കൂട്ടി യോജിപ്പിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് വേറെ പാത്രം എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1/4 കപ്പ് റവ, കുറച്ച് ബേക്കിംഗ് പൗഡർ, കുറച്ച് ഉപ്പ്, പിന്നെ അതിലേക്ക് വെളുത്ത എള്ളാട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ഇല്ലെങ്കിൽ നമുക്കതിൽ കറുത്ത എള്ളായാലും ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ വെളുത്തുള്ളി ഉള്ള കാരണം ഞാൻ അതാണ് അതിൽ ഇട്ട് കൊടുത്തത്. അതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടില്ലേ പഞ്ചസാരയും ബട്ടറും കൂട്ടിയിട്ടുള്ളത്, അതിലേക്ക് നമ്മുടെ ഈ പൊടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം സ്പൂൺ വെച്ചിട്ടൊന്ന് യോജിപ്പിക്കാം. അതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിരുമ്പിയെടുക്കാം. ഇപ്പോൾ തന്നെ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ പൊടിക്ക് ചെറിയൊരു നനവ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക വേണ്ടോ. കുറേശ്ശെ വെള്ളം വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. പൊടിക്ക് ചെറുതായൊരു നനവ് ഓൾറെഡി ഉള്ള കാരണം കുറേശ്ശെ ചേർത്തില്ലെങ്കിൽ വെള്ളം കൂടാനായിട്ട് സാധ്യതയുണ്ട്. ഈ പാകത്തിനുള്ള വെള്ളം മതിയാവട്ടെ. ഇനി ഇതെല്ലാം കൂടിയിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് തയ്യാറായി കിട്ടും. അങ്ങനെ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ബട്ടർ ചേർത്തിട്ടുള്ള കാരണം നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കട്ടെ. ഞാനിവിടെ 3 സ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ബിസ്ക്കറ്റിനെ ഷേപ്പ് ആക്കണം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങനെ ആക്കാം. ഞാനിവിടെ അത് മാവ് രണ്ടായിട്ട് ഓരോന്നും ഇങ്ങനെ നീളത്തിൽ റോൾ ചെയ്തെടുത്തിട്ട് കത്തി വെച്ചിട്ട് മുറിച്ച് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ എല്ലാതും മുറിച്ചെടുത്തിട്ട് കൈകൊണ്ട് ചെറുതായി ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. വളരെ കനം കുറവില്ല, അത്യാവശ്യം ഇത്തിരി കനത്തിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഫ്രൈഡ് ബിസ്ക്കറ്റ് അല്ല. അപ്പോൾ ഇനി നമുക്കിനി ഇത് ഓരോന്നും അത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ വെച്ച് കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റുകൾ ഓരോന്നും അതിലിട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വേറെ ഒന്നല്ല, ഫ്ലെയിം എപ്പോഴും ലോ ആയിട്ടിരിക്കണം. ഇത് ഫുള്ളും ലോ ഫ്ലെയിമിൽ തന്നെയായിട്ട് കുക്ക് ചെയ്യുക. അത് കാരണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് നേരം വേണ്ട വരും. തീ കൂട്ടി ഫ്രൈ ചെയ്തെടുത്താൽ സൈഡ് മാത്രം മുരിയുള്ളൂ, ഉള്ളിൽ സോഫ്റ്റായിട്ടിരിക്കും. 2 സൈഡും ഇടയ്ക്ക് നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഒരു ബ്രൗൺ നിറമാവണ വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് നല്ല പാകമായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ചൂട്ടോട് കൂടി എടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് പോലെ ഉണ്ടെങ്കിലും അതൊന്ന് തണുക്കുമ്പോൾ അത് ക്രിസ്പി ആയിക്കോളും. അതുപോലെ ബാക്കിയെല്ലാതും കൂടി ഞാനതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ബിസ്ക്കറ്റ് തയ്യാറായിട്ടുണ്ട്. മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്കിത് തയ്യാറാക്കി വെക്കാം. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് ഉണ്ടാവണ തന്നെയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും.